ചേച്ചാ, അച്ചാച്ചാ, എവിടെ പോവാ? എവിടെ പോവാന്ന്? എവിടെ പോവാ? ഏ, എവിടെ പോവാ അച്ചാച്ചാ? കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാൻ പോകുന്നതിൻ്റെ കൂട്ട് നടക്കുമോ. നടക്കുമ്പം കാലും കയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നാലും ഇറങ്ങി അങ്ങ് പോവുക. അതുകൊണ്ട് പോകുന്നു, ഗേറ്റും തുറന്ന് ഇറങ്ങി പോകുന്നതുണ്ട്. പോകണ്ട, നിങ്ങൾ അച്ചാച്ചനെ എങ്ങും ഇറക്കി വിടരുത്. ആരും ഇറക്കി വിടുമല്ലോ, അതുകൊണ്ട് ഇറങ്ങി പോവാൻ. പഴയ തുണ്ടിലോട്ട്. എവിടെ പോവാ അച്ചാ? എവിടെ പോവാ അച്ചാച്ചൻ? സൂക്ഷിച്ച് പോയില്ലെങ്കിൽ തെന്നി അടിച്ച് വീഴും. ഉള്ള കരിയില എല്ലാം തെന്നി കിടക്കുന്നിടത്ത്. ഒന്നാമത് നടക്കുമ്പോൾ കാലും കയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നടക്കുന്നത്. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കെ, പറഞ്ഞാൽ കേൾക്കത്തില്ല. പോവരുതെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. അച്ചാച്ചൻ്റെ സ്വന്തം ഇഷ്ടത്തിന് അച്ചാച്ചൻ ഇറങ്ങി. പണ്ട് ഇതുവഴി ഇറങ്ങിപ്പോയപ്പോൾ അവിടെ നിന്ന് വെട്ടിക്കൊണ്ട് നിന്ന സമയത്ത് അവിടെ നിന്നുകൊണ്ട് അവിടെ ഒരു മരം നിൽക്കുന്നതുകൊണ്ടേ കാണിക്കുന്നത്. ആ മരത്തിൻ്റെ അവിടെ നിന്ന് താഴെ കുഴിയിലോട്ട് ഒരു കല്ലിളകി താഴെ കുഴിയിലോട്ട് വീണിട്ട് കൈയുടെ ഷോൾഡറിൻ്റെ അവിടെ വെച്ച് ഒടിഞ്ഞതായിരുന്നു. അവിടെ ഇളകി അങ്ങ് പോയി, ഒടിഞ്ഞായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അത് ഒത്തിരി നാൾ വെച്ചുകൊണ്ടിരുന്നു. പിന്നെ അച്ചാച്ചന് ഒരു പണിയും ചെയ്യാനൊക്കത്തില്ലെന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ. പിന്നെ അച്ചാച്ചൻ പിന്നെ അത് മാറിക്കഴിഞ്ഞപ്പോൾ അച്ചാച്ചൻ എല്ലാം ചെയ്യുകയും ചീനി നടുവോ എല്ലാം ചെയ്യുമായിരുന്നേ. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയേക്കോ. അവിടെ ഒരു കിണറുണ്ട്, നമുക്കത് ഉപയോഗിക്കാതെ അങ്ങ് ഇട്ടേക്കുക. അത് കോരി ഇറക്കിപ്പിക്കണമെങ്കിലൊക്കെ 10,000-2,000 രൂപ വേണം. അതുകൊണ്ട് ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ നല്ല ഒന്നാന്തരം വെള്ളമാണ്. ഞങ്ങളതൊന്നും ചെയ്യുന്നില്ല. ഒരു വല അതേ കിടപ്പുണ്ടെങ്കിലും കരിയിലയെല്ലാം അതിനകത്തൊക്കെ തന്നെയാണ് വീഴുന്നത്. വേറെ കിണറുണ്ട്, അതിൽ നിന്ന് നമ്മൾ വെള്ളം എടുക്കുന്നത്. അച്ചാച്ചൻ ഇറങ്ങിപ്പോയിട്ടുണ്ട്. കോഴികളെല്ലാം എതിലെങ്കിലും എല്ലാം എടുത്ത് എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നുണ്ട്. ഇവരൊക്കെ ഇവളിപ്പം പുതിയതായിട്ട് എപ്പോഴും ഇറങ്ങി ഇവിടോട്ട് വരാൻ തുടങ്ങിയോളൂ. ആൻറ്റി പിന്നെ എപ്പോഴും വന്ന് നിൽക്കുന്ന. ഞാൻ അന്നേരം എന്തുവാണെന്നറിയോ, ഞാൻ പതുക്കെ രാവിലെ ചോറൊക്കെ വെച്ച്, പിന്നെ മഴയല്ലായിരുന്നു, അങ്ങ് വെള്ളം ഒക്കെ വീണ് കെട്ടിക്കിടക്കുന്നുണ്ടോ. ഇന്നത്തെ ദിവസം മൊത്തം അങ്ങ് മഴയായിരുന്നേ. അപ്പം ഞാനാണെങ്കിൽ അജുമോൻ ഇന്നലെ ഒരു ഇച്ചിരി ചീനി മേലെ കടയിൽ നിന്ന് അസംകുട്ടിയണ്ണൻ്റെ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് അവൻ എന്തെങ്കിലും തിന്നണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ മേടിച്ചുകൊണ്ട് വരും. ചേച്ചൻ പറഞ്ഞു, എന്തിനാ ചീനിയൊക്കെ പൈസ കൊടുത്ത് മേടിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, അവൻ ഇഷ്ടമുള്ള സാധനം അവൻ മേടിച്ചുകൊണ്ട് വരുന്നു. അവന് അതിഷ്ടം. ഒരു ശകലം തിന്നുന്നുണ്ട്. ചീനി കണ്ടത് ഞാൻ പൊളിക്കുവാന്നേ. പിന്നെ എത്ര രൂപയെന്നാണെന്ന് അങ്ങോട്ട് പറയുകയും ചെയ്തായിരുന്നു. അതിനി കറക്റ്റ് കണക്കാണെന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് പിന്നെ കണ്ട എന്തുവാ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൻകറി റെഡിയായി ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും ചട്ടി മേടിക്കുന്ന കാര്യം പറഞ്ഞു. ഇതുവരെയായിട്ട് മേടിച്ചില്ല, അത് സാധിച്ചില്ല. ഞാനും അച്ചാച്ചന് ചോറ് കഴിച്ചു. നല്ല ചൂടായിട്ടിരിക്കും കേട്ടോ. പിന്നെ ചോറ് കണ്ട് വെന്തിരിക്കുന്നു. 2 പാത്രത്തിനകത്ത് ചോറ് വെന്തിരിപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട് ചോറ്. അത് ഞാൻ അങ്ങോട്ടൊന്ന് വെച്ചെന്നേ ഉള്ളൂ, അത് ചൂടാറാനായിട്ട്. കണ്ടിരിക്കുന്ന ചോറ് അതിൻ്റെ രണ്ട് അതിലോട്ട് മാറ്റി വെച്ചത് ഇതായി പോകാതിരിക്കാൻ. പിന്നെ അജുമോന് കൊണ്ടുപോകാനായിട്ട് മീൻ വറുത്തായിരുന്നു, അയില. അപ്പം അത് അജുമോന് ഒരെണ്ണം കൊടുത്തു വിട്ടു. ഞാനും അച്ചാച്ചനും ഓരോന്ന് തിന്ന്. രാവിലെ അജുമോൻ ചൂടിയോറാണ് തിന്നിട്ട് പോയത്. അപ്പോൾ അവനും തിന്ന്. ചമ്മന്തി മീൻ വറുത്തതുമായിരുന്നു കൊടുത്തു വിട്ടത്. പിന്നെ ഇതൊന്ന് പൊളിച്ചരിഞ്ഞ് എടുക്കാം. സമയം 3 മണിയായിട്ടുണ്ട്. പിന്നെ 3:30 വരെയാണ് പരീക്ഷയെന്നാണ് പറഞ്ഞു. 3:15 കൊണ്ട് വരെയാണ് പരീക്ഷ. ഇനി വരുമ്പോഴത്തേക്ക് ഇത് വേവിച്ച് വെക്കുക. ചൂടോട് ആവും വരുമ്പോൾ അവൻ സന്തോഷത്തോടെ തിന്നട്ടെ. ആൻറ്റി കോഴിക്ക് ഇച്ചിരി ചോറിട്ട് കൊടുത്തു. അവളവിടെ ഒന്ന് തിന്നുന്നുണ്ട്. വേറെ ഒരു പെണ്ണും കൂടെ വന്ന് നിൽപ്പുണ്ട്. അവൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അങ്ങോട്ടെങ്ങാണ്ട് പോയി എന്തൊക്കെ നശിപ്പിക്കാനോ വന്ന് നിൽക്കുന്ന അറിയത്തില്ല. അവർ ഇങ്ങനെ നമ്മുടെ കോഴിയെല്ലാം ഇങ്ങനെ നടന്ന് ചെതയുമല്ലായിരുന്നു. ഇതിപ്പോൾ അവിടെ എല്ലാവരെയും കൂടെ അങ്ങനെ അങ്ങ് നിർത്തിയേക്കുന്നതുകൊണ്ടാവും ഇല്ലാത്ത പാടായി പോയേക്കുന്നതുകൊണ്ട് അവൾ വന്ന് തിന്നു. ഇവരൊക്കെ ഇതിലേക്ക് എടുത്ത് ചാടി ഇങ്ങ് വരും. പുറവശത്തൂടെ ചാടി വന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരിക ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ വരുന്നവർക്ക് വല്ലതും വായും വയറും ഒക്കെ നിറയും. അവർ ചതഞ്ഞും പറിച്ചുമൊക്കെ തിന്നും. അല്ലാത്തവരൊക്കെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കും. നമ്മൾ എന്തെങ്കിലും കൊണ്ടിട്ട് കൊടുക്കുമെന്ന് മാത്രമേ അവർക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ കപ്പ വേവിക്കാനായിട്ട്, ഇവിടെ ചീനി എന്നാണ് പറയുന്നത്, കപ്പയെന്നും പറയും ചീനിയെന്നും പറയും. വേവിക്കാനായിട്ട് ഞാനതിനകത്ത് കുറച്ച് പിന്നെ കാന്താരി മുളകും പിന്നെ കറിവേപ്പിലയും വെളുത്തുള്ളി ജീരകവും
ഇച്ചിരി മഞ്ഞളും ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇത് ഇത്രയും മാത്രം ആയാലും മതി. ഇങ്ങനെ മാത്രമായാലും കപ്പ കുഴച്ച് വേവിക്കുന്നതിന് ഇത്രയും സാധനങ്ങൾ മാത്രം പിന്നെ ചേർത്ത് വേവിക്കും. പിന്നെ തേങ്ങ ഇഷ്ടമുള്ളവർക്ക് തേങ്ങയും ചേർത്തിട്ട് ഒന്ന് പിന്നെ നമുക്ക് ഒന്ന് ചതച്ചെടുക്കുക എന്ന് പറയും, ഒതുക്കിയെടുക്കുക എന്ന് പറയും, എടുക്കാം. നമ്മൾ മുളകും ഇതൊക്കെ നല്ലപോലെ അരച്ച് കഴിഞ്ഞിട്ട് തേങ്ങ എണ്ണയിട്ട് കല്ലിലോട്ട് വെച്ച് ഒന്ന് ഉരുട്ടി, പിന്നെ നമ്മൾ അരകല്ലെന്ന് ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ അമ്മിക്കല്ല് ഇട്ടിട്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് പതുക്കെ അതൊന്ന് ചതച്ച് ഒതുക്കി ഇങ്ങനെ എടുക്കുകയോ ചെയ്യുന്നത്. ഞാൻ മിക്സിക്കകത്തായതുകൊണ്ട് ഈ സൈസ് ജാറായതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചങ്ങ് എടുക്കുക. നല്ലപോലെ അങ്ങ് അരയ്ക്കാതെ ഒരുവിധം ഒന്ന് അരച്ചിങ്ങ് എടുക്കാൻ പോകുന്നേ. ഇച്ചിരി വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചില്ല. വെള്ളം ഒഴിക്കാതെ തന്നെ ഞാനിങ്ങനെ അരച്ച് എടുത്ത്. ഇതിനി നമുക്ക് കപ്പ വെന്തിട്ടുണ്ട് കേട്ടോ. കപ്പ വെന്ത് കണ്ടിരിക്കുന്ന കപ്പ കണ്ട് വെന്തിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഇവിടെ നമ്മൾ ഉപ്പുനീര് ഒഴിക്കുന്നതുകൊണ്ട് ഞാൻ ഉപ്പുനീര് ചേർത്ത് വെച്ചേക്കുക, ചെറുതായിട്ട് തീയും വെച്ചേക്കുക. അപ്പോൾ ഇതങ്ങ് അതിലുള്ള ബാക്കി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ഉപ്പുനീരും കൂടെ പറ്റും. ഇനി നമുക്ക് ഈ കരപ്പും കൂടെ ഇതിനകത്തോട്ടൊന്ന് ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ദാണ്ട റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ശകലം തേങ്ങയും കൂടെ അരച്ച്, തേങ്ങയൊന്നും അരയ്ക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. തേങ്ങ അരച്ച് ചേർക്കുന്നവരുമുണ്ട്, തേങ്ങ ചേർക്കാത്തവരുമുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ സാധാരണ നമ്മൾ പിന്നെ പത്തനംതിട്ടയിലൊക്കെ കപ്പ വേവിക്കുമ്പം പിന്നെ കപ്പ കുഴച്ച് വേവിക്കുക എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ കപ്പ കുഴച്ച് വേവിക്കുന്ന സമയത്ത് പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ കാണിച്ചായിരുന്നു, വെളുത്തുള്ളി, ജീരകവും പിന്നെ അതുപോലെ കാന്താരി, പിന്നെ കറിവേപ്പില, ഇത്രയും സാധനങ്ങളും അതിൻ്റെ കൂടെ ശകലം മഞ്ഞളും കൂടെ ചേർത്ത് നമ്മൾ അരയ്ക്കത്തതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അങ്ങ് പിന്നെ അരച്ചങ്ങ് എടുക്കുകയോ ചെയ്യുന്നത്. എടുത്തിട്ട് നമ്മൾ ഇതിലോട്ടങ്ങ് ചേർക്കുക, അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പുമൊക്കെ ചേർത്ത് കുഴച്ചിങ്ങ് എടുക്കുകയോ ചെയ്യുന്നത്. ഞാനിത് കുക്കറിനകത്തായിരുന്നു ആദ്യം വെച്ച് ഇത് വേവിച്ച് ഒറ്റ വിസിലടിച്ച് അന്നേരം തന്നെ പിന്നെ അതിൻ്റെ ചൂട് അങ്ങ് തട്ടിക്കളഞ്ഞിട്ട് ആവിയെല്ലാം മാറ്റിയിട്ട് അന്നേരം തന്നെ എടുത്തങ്ങ് ഇതാക്കി എടുക്കുമായിരുന്നു. നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല സൂപ്പറായിട്ട് കണ്ടോ. ഇത് പിന്നെ നമ്മുടെ ചിക്കൻ കറിയുടെ കൂടോ ബീഫ് കറിയുടെ കൂടോ നമ്മുടെ ഈ മീൻ കറിയുടെ കൂടോ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പറായിട്ട് മീൻ കറി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. പിന്നെ അപ്പം ഇത് അജ്മോൻ വരുമ്പോഴത്തേക്ക് കൊടുക്കുക. അച്ചാച്ചനും താഴോട്ട് ഇറങ്ങിപ്പോയേക്കോ കപ്പ വേവിച്ചതെന്ന് പറഞ്ഞാൽ ചിലപ്പം വരുമ്പോൾ ഒരു ശകലം എങ്ങാനും തിന്നാലായി. തിന്നുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും നമുക്ക് വരുമ്പോൾ അച്ചാച്ചനോട് ചോദിക്കുക, താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് വന്നില്ല, ഈ പാക്കൊക്കെ എവിടെ കിടപ്പുണ്ട്, അതും പിന്നെ എവിടെയെങ്കിലും ഒട്ടുകറയോ അല്ലെങ്കിൽ പിന്നെ ഒട്ടുവള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വലിച്ചെടുക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിപ്പോയേക്കുക. എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ടൊരു ശകലം തിന്നാഞ്ഞിട്ട് ഇതുപോലില്ല. പിന്നെ ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ, ഉപ്പൊക്കെ ഉണ്ട്. എനിക്കും ഇഷ്ടമുള്ളത് ഈ കപ്പ വേവിച്ചതും കപ്പ പുഴുങ്ങിയതും ഒക്കെയാണ് എനിക്ക്. പിന്നെ കാച്ചിൽ പുഴുങ്ങിയതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല മുളക് ഉടച്ചതും പിന്നെ കാച്ചിൽ പുഴുങ്ങിയതും അതിൻ്റെ കൂടെ പിന്നെ നല്ലൊരു ഉണക്കമീൻ ചുട്ടതും കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കാച്ചിലാണെങ്കിൽ നല്ലപോലെ അങ്ങും ഇതാവത്തില്ലേ, അങ്ങ് ഉടഞ്ഞ് ഇങ്ങനെ വെന്ത് കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ പുഴുങ്ങി അങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് അത് നമ്മളിങ്ങനെ അങ്ങോട്ട് പുട്ട് പോലെ നല്ല പൊടിയല്ലയോ, എന്നിട്ട് അതിങ്ങനെ അങ്ങോട്ട് എടുത്ത് അങ്ങനെ തന്നെ തൊട്ട് തിന്നാൻ. ചിലപ്പോൾ ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് അത് പിന്നെ നല്ല മുളക് ചമ്മന്തിക്കകത്ത് കാന്താരി ആയാലും വറ്റൽമുളക് ചുട്ടിട്ട് നമ്മൾ അരച്ചെടുക്കുന്നതിൽ പിന്നെ ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ട് അരച്ചിട്ട് അതിലൊരു നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് ചാലിച്ചങ്ങോട്ട് തിന്നുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുളകൊക്കെ ഞാൻ ഒരുപാട് അങ്ങ് തിന്നും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം എരി അങ്ങനെ ഞാൻ കൊച്ചുനാളിലൊക്കെ ഞങ്ങൾ അങ്ങനെ കഴിക്കുന്നത്. എന്നിട്ട് ഇഷ്ടം പോലെ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ചേമ്പും ചേനയും കാച്ചിലും, ചേമ്പാണെങ്കിലും നല്ല പോലെ പിന്നെ അങ്ങ് വെന്തിരിക്കുന്ന നല്ല ചീമച്ചേമ്പ്, അതും എനിക്ക് അങ്ങനെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ചേമ്പും ചീനിയും പിന്നെ കാച്ചിലുമാണ് എനിക്കിഷ്ടം കൂടുതൽ കേട്ടോ. ചേന എനിക്ക് അത്ര ഇഷ്ടമല്ല. അമ്മച്ചി ചേനയൊക്കെ തരുമ്പോൾ ചേന തിന്നാൻ ഭയങ്കര മടിയാണ്. ചില ചേനയുണ്ട് നല്ലതായിട്ട് വെന്ത് നല്ല പുട്ടുപോലിരിക്കും, അതാണെങ്കിൽ ഒരു കഷ്ണമൊക്കെ തിന്നാൻ ഇഷ്ടമാണ്. പിന്നെ കിഴങ്ങെന്ന് പറയും, നമ്മളിവിടെ കിഴങ്ങെന്ന് തന്നെ പറയുന്നതിന് വേറെ ഒരു പേരും കൂടെ ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. ആ കിഴങ്ങും ഇതിൻ്റെ കൂടെ അതിൻ്റെ തോല് ചിലർ പിന്നെ ചെത്തിക്കളയും, ചിലരാണെങ്കിൽ അതിൻ്റെ വേരെല്ലാം അതിന് ചെത്തിക്കളഞ്ഞിട്ട് രണ്ട് സൈഡിൽ ഓരോ പോന്തൽ
ഉണക്കമീനച്ചാലും എടുത്തിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടിയിട്ട് പുഴുങ്ങിയിട്ടെടുക്കും. ഒക്കെ നല്ലതോ രുചിയാണെന്നറിയോ അതൊക്കെ അങ്ങോട്ട് തിന്നെ. ഇവിടെ അങ്ങാണ്ട് നിപ്പുണ്ട്, അജിമോൻ ഒരു മൂടെങ്ങാണ്ട് നട്ടിട്ടുണ്ട്. ഇവിടെ എവിടെയോ നിപ്പുണ്ട് ഒരു മൂട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വായിക്കൂടെ ഈ പുഴുക്കിൻ്റെ കാര്യം ഓർത്തിട്ട് കപ്പപ്പുഴുക്കും കപ്പയും പിന്നെ ഇതുപോലെ കാച്ചിലും പിന്നെ ചേമ്പും ചേനയും എല്ലാം ചേർത്തിട്ട് കിഴങ്ങും എല്ലാം ചേർത്തിട്ട് പുഴുങ്ങുന്നു ഓർത്തിട്ടുണ്ടല്ലോ. എൻ്റെ വായിക്കൂടെ കപ്പലോടിക്കാവുന്ന അത്രയും വെള്ളം വന്നു. അതായത് ഞാനങ്ങ് വിഴുങ്ങിയത് കേട്ടോ, സത്യം. അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ ഈ മത്തി നല്ല കനലിനകത്തിട്ട് മത്തി ചുട്ടിട്ട് അതിൻ്റെ ചെതുമ്പൽ അങ്ങോട്ട് ഇളക്കി കളയണം. അപ്പോൾ അതിൻ്റെ ആ ഇളക്കി കളയുമ്പോൾ ഒരു എന്തോ പറയുന്നത് ഒരു പിന്നെ ചുമപ്പൊന്നുമല്ല, ഒരു ബ്രൗണും അല്ല, അത്തെ വേറൊരു കളറാണ്. ആ ഒരു കളറിൽ അതിങ്ങനെ ഇരിക്കുവേ. അതും കൂട്ടിയിട്ടിങ്ങനെ അതിൻ്റെ ആ ചെതുമ്പലെല്ലാം ഇളക്കി കളഞ്ഞിട്ട് അത് കൂട്ടിയിട്ട് അങ്ങോട്ട് തിന്നുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്, എന്തോ രുചിയാണെന്നോ. അതുപോലെ പഴങ്കഞ്ഞി കുടിക്കാനും ഒക്കെ നല്ലതാണ്. ഞങ്ങൾ കൊച്ചുനാളിലെല്ലാം ഇതുപോലെ എന്തോ ഉണ്ടെങ്കിലും ഒരു കാന്താരിയും കൈ പിടിക്കും. അതുപോലെ ഈ ഉണക്കമീനും ചുട്ടിട്ട് അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണക്കമീനില്ലാന്നെങ്കിൽ ചുട്ട് തിന്നാൻ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തിയാണ് കേട്ടോ. താങ്ക് യു. എല്ലാവരും വീഡിയോ കാണണേ, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ചാച്ചൻ കണ്ടു വരുന്നു. അച്ചാച്ചൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കണ്ടോ വന്നു. നമ്മൾ പോകണ്ടെന്നൊക്കെ പറഞ്ഞാലും അച്ചാച്ചൻ പോകും. അച്ചാച്ചൻ അങ്ങനെ പോയാലേ ശരിയാവത്തുള്ളൂ. എന്തോ അച്ചാച്ച അതിനകത്ത് പാക്കോ? ആ, ഒട്ടുകറയുണ്ട്, പാക്കുണ്ട്, ഒട്ടുകറയുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. എൻ്റെ കൈ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. വേണ്ട, അച്ചാച്ചൻ കൊണ്ടിടാമെന്ന് പറഞ്ഞു.